എന്തൊരു ഭംഗിയാണെന്നറിയാം ഈ വീടിന്റെ ബാൽക്കണിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഔസീന്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മുത്തുമണികളെ, നമ്മളെ മഞ്ഞ് പെയ്യുന്നത് കാണാൻ പഠിപ്പിച്ച, ആപ്പിള് കായ്ക്കുന്ന മരങ്ങൾ കാണാൻ പഠിപ്പിച്ച നമ്മളുടെ സ്വന്തം കുട്ടുവിന്റെ പൊരേ കൂടലാണ്ടോ. കുട്ടുവിന്റെ ഒരു സ്വപ്നമായിരുന്നു ഓൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൻ്റെ വീടിന്റെ ഒരു ഹോം ടൂർ ഇങ്ങനെ കാണിച്ചു തരാം, കുട്ടുവിനെ കാണിച്ചു തരാം. ആർക്കെങ്കിലും മണാലി, ഹിമാചൽ പ്രദേശ്, കുള്ളു മണാലിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അടിയുള്ള നമ്പറിൽ കുട്ടൂരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടും. നമ്മൾ ചെറിയ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, നമ്മളുടെ സ്വന്തം പെയിന്റിങ്. അപ്പോൾ കുട്ടുവിന്റെ വീട് കാണിച്ചാൽ ഏതാ ഒരു സ്പോട്ട് എന്ന് പറയാം, അടിപൊളി സ്പോട്ട് എന്നുണ്ട്, ഒരു ഒന്നൊന്നര സ്പോട്ടിന്റെ മോനെ. അടിപൊളി വൈബ്. നേരെ താഴോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വയല്, അപ്പുറത്ത് മല. ഇത് അങ്ങ് കാണിച്ചു തരട്ടോ. സംഭവം ഒരേ പൊള്ളി അടിപൊളി. കുട്ടുവിന്റെ സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യം. ഇതാണ്ടോ കുട്ടുവിന്റെ വീട്. ഇങ്ങോട്ടൊക്കെ എങ്ങനെയുണ്ട്? ഇതിന്റെ മേലെ കയറിയിട്ടും ഹോം ടൂറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുട്ടുവിന്റെ സ്വപ്നം. കുട്ടു, ഇതാണ് കേട്ടോ നമ്മളെ കുട്ടു. നമ്മളെ മണാലി, ഹിമാചൽ പ്രദേശ്, കുളു മണാലിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതാ നമ്മളെ കുട്ടുവിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്വന്തം കുട്ടു ഹോം ടൂർ ഞാൻ കാണിച്ചു തരട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടുവിന് മാത്രമല്ല കേട്ടോ, എനിക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടുവിൻ്റെ ഒരുപാട് കാലത്തെ ഒരു സന്തോഷം. ആ ചെറുപ്രായത്തിൽ തന്നെ കുട്ടു അടിപൊളി വീടുണ്ടാക്കി. എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടു ഒരു ട്രാവൽ ആൻഡ് ടൂർ കമ്പനി നടത്തുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ. കുട്ടു ഒരു അടിപൊളി മനുഷ്യനാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടുവിൻ്റെ കൂടെ, ഞാനും നമ്മളുടെ നസീർ ബ്രോയും കുട്ടുവിൻ്റെ കൂടെ ഒരു 10-17 ദിവസം ഹിമാചൽ പ്രദേശിൽ ഞങ്ങളൊരു ട്രിപ്പ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മനുഷ്യനാണ്. അടിപൊളി മനുഷ്യൻ തന്നെ, അടിപൊളി ഒരു യുവാവാണ്. അപ്പോൾ കുട്ടുവിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നു. നല്ല ഒതുങ്ങിയ നല്ലൊരു അടിപൊളി വീട് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ കുട്ടു ഉണ്ടാക്കി. അതിന് നമ്മൾ കുട്ടുവിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹിമാചലിലൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ട്, ഹിമാചൽ മാത്രമല്ല കേട്ടോ, നോർത്ത് ഇന്ത്യ ആ ഒരു സൈഡൊക്കെ ടൂറൊക്കെ പോകുന്നവർ, കറങ്ങാൻ പോകുന്നവരുണ്ടെങ്കിൽ നമ്മളെ കുട്ടുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓനെല്ലാം സെറ്റാക്കി തരും. നല്ല അടിപൊളി വീടാണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാൽക്കണി. നമ്മൾ അറബിയിൽ ബലക്കോണ എന്നാണ് പറയുക. ആ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങും തോട്ടവും കവുങ്ങും തോട്ടവും പാടമാണ്. ഒരു ഒന്നൊന്നര വൈബ് സ്പോട്ടിട്ട് ഏതാ നോക്കൊരു മൊഞ്ച്. അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ മക്കളെ, ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തെങ്കിലും പണിക്കൊക്കെ പോകാൻ, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഇതേമാതിരി വീടുകളൊക്കെ ഉണ്ടാക്കുക. അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതാണ് കേട്ടോ, ആ ഒരു പച്ചപ്പ്.